ഹായ് എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ്, SQL ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇതിൽ ഞാൻ എല്ലാം കവർ ചെയ്തിട്ടില്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഓരോ പ്രാവശ്യം പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ പുതിയ പുതിയ ഫങ്ഷൻ പഠിക്കും, അല്ലെങ്കിൽ ഫെമിലിയറൈസ് ആവും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് അഗ്രിഗേഷൻ ഫങ്ഷൻ നോക്കാം. കുറെ അഗ്രിഗേഷൻ ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ടേബിളിലെ റോസിന്റെ എത്ര റോ ഉണ്ട് എന്ന് ഔട്ട്പുട്ട് കിട്ടും. സം എന്ന് പറയുമ്പോൾ ഒരു കോളത്തിന്റെ സം എത്രയാന്ന് കാണാം. ആവറേജ് എത്രയാന്ന് കാണാം. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിലെ മാക്സിമം വാല്യൂ റിട്ടേൺ തരും. മിനിമം എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂ റിട്ടേൺ തരും. ഓക്കെ ഓക്കെ ഫസ്റ്റ് നമ്മൾക്കിത് ഒരു സാമ്പിൾ ടേബിളിലെ ഔട്ട്പുട്ട് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, സോ ഇത് നമ്മൾ SQL ടെക്സ്റ്റ് ഒക്കെ കമാൻഡ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയും കമാൻഡ് ചെയ്യാം. ഓക്കെ, ഔട്ട്പുട്ട് നമ്മൾക്ക് ഇവിടെ ഓൾറെഡി ഒരു ടേബിൾ ഉണ്ട്, എംപ്ലോയീസ് എന്ന് പറഞ്ഞ്. നമുക്ക് അതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ ഇന്റർഫേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മുടെ ടേബിൾ സ്കീമ, ടേബിൾസ്, ഡാറ്റാബേസ് ഒക്കെ ഉണ്ടാവുക. ഇവിടെയാണ് ലിസ്റ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ക്വറി എഴുതാം, ഇവിടെ ഔട്ട്പുട്ട് കാണാം, ഇവിടെ എന്താണ് അതിന്റെ ക്വറിന്റെ സ്റ്റാറ്റസ് കാണാം, എറർ ആണോ എന്താണ് എറർ. ഓക്കെ, സോ ഇത് ഞാനിപ്പോ ഡ്രാഗ് ചെയ്തിട്ട് ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ട്. നമുക്ക് ഇതിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾക്ക് കൗണ്ട് നോക്കാം. ഓക്കെ, സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. ഓക്കെ, 10. ഓക്കെ, 10 റോസ് ഉണ്ടാവും, അതാണ് കൗണ്ട് വരുന്നത്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് സം ഓഫ് സാലറി എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടായിരുന്നു. ഓക്കെ, സാലറിന്റെ മൊത്തം സം എത്രയും കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾക്ക് ആവറേജ്, മിനിമം മാച്ച്, ഇതൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് സ്ട്രിംഗ് ഫങ്ഷൻസ് ഏതൊക്കെ നോക്കാം. ബേസിക് ആയിട്ടുള്ള സ്ട്രിംഗ് ഫങ്ഷൻസ് അപ്പർ, ഇത് ഓരോ SQL നമ്മൾ ഫങ്ഷൻസിന്റെ മാറാം. ചിലതിൽ അപ്പർ കേസ് എന്നായിരിക്കാം, ചിലത് യു കേസ് എന്നായിരിക്കാം, ചിലത് അപ്പർ എന്നായിരിക്കാം. MySQL നമുക്ക് അപ്പർ ആണ്. ഓക്കെ, അപ്പർ എന്ന് പറഞ്ഞാല് ഒരു ടെക്സ്റ്റിനെ മൊത്തം നമ്മൾ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ലോവർ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിനെ മൊത്തം ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണെന്ന് കിട്ടും. കോൺകാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സ്ട്രിങ് ജോയിൻ ചെയ്യാൻ പറ്റും. ട്രിം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റിന്റെ, ഫോർ എക്സാമ്പിൾ ABCD, ഇതൊരു സ്ട്രിങ് ആണല്ലോ. ഇതിന്റെ ഇവിടെ ഒരു വൈറ്റ് സ്പേസ് ഉണ്ട്, ഫ്രണ്ടിൽ ഒരു വൈറ്റ് സ്പേസ് ഉണ്ട്. സോ ട്രിം ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിലത്തതും അവസാനത്തെയും വൈറ്റ് സ്പേസ് റിമൂവ് ആവും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, സോ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് റിവേഴ്സ് ആവുന്നതാണ്. ഇത് ഞാൻ SQL ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ നൗ ഈ ഫങ്ഷൻ, ഫോർ എക്സാമ്പിൾ സെലക്ട് നൗ. ഓക്കെ, ഇപ്പോഴത്തെ ഡേറ്റും സമയം വന്നു. ഇതുപോലെ കറണ്ട് ഡേറ്റ് കൊടുത്താൽ നമുക്ക് കറണ്ട് ഡേറ്റ് വരും. ഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഒരു ഡേറ്റ് കോളത്തിൽ നമുക്ക് ഡേറ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഡേറ്റ് വരും. ഇയർ മാത്രം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇയർ, മന്ത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ ഏതൊക്കെയാ കോളം ഉള്ളതെന്ന് കാണാം. ഓക്കെ, നമുക്ക് സെലക്ട് ഇയർ ഓഫ്, ഇവിടെ നമ്മൾക്ക് ജോയിൻ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. ഓക്കെ, സോ ഓരോ റോയിലെയും ഈ ജോയിൻ ഡേറ്റ്, ഓക്കെ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി
ജോയിൻ ഡേറ്റ് ഓക്കെ. ഓരോന്നിലും ഇയർ മാത്രം എക്സ്ട്രാക്ട് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മന്ത് ഓഫ് ജോയിൻ ഡേറ്റ് ഓക്കെ. ഇതിൽ മന്ത് നമ്പർ ആയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുക. മന്ത് വന്നു. ഓക്കെ. ഇതുപോലെ നമ്മൾക്ക് ബാക്കിയുള്ള ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. ഇത് ഈസി ഫംഗ്ഷൻസ് ആണ്. ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ കൂടുതൽ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പഠിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് സ്ട്രിങ്ങിന്റെ കുറച്ച് നോക്കാം. ലെങ്ത് ഓഫ് ഇവിടെ നമ്മൾക്ക് ഓക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഔട്ട്പുട്ട് ഓക്കെ. ഫംഗ്ഷൻ SQL ഫോർ അനലിറ്റിക്സ് എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ. SQL നമ്മൾ ലെൻ എന്നല്ല ലെങ്ത് എന്നാണ് ഫംഗ്ഷൻ നെയിം. ഓക്കെ. സോ സെയിൽസിന് 1 2 3 4 5 ലെങ്ത്, മാർക്കറ്റിംഗ് സെയിൽസിന് ഇതുപോലെ ലെങ്ത് എത്രയാന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കോൺകാറ്റ് ട്രൈ ചെയ്ത് നോക്കാം. കോൺകാറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നെക്സ്റ്റ് നമുക്ക് ടെസ്റ്റ് എന്നുള്ള ഒരു സ്ട്രിങ് കമ്പൈൻ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഓരോന്നിന്റെ അറ്റത്തും നമുക്ക് ടെസ്റ്റ് എന്ന് വന്നു. ഇത് നമുക്ക് ഒരു സ്പേസ് ഇട്ട് നോക്കാം മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ. സെയിൽസ് ടെസ്റ്റ്, മാർക്കറ്റിംഗ് ടെസ്റ്റ്. ഓക്കെ. ഇതുപോലെ രണ്ട് സ്ട്രിങ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഇത് യൂസ് ചെയ്യുന്നത്, കോൺകാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ബാക്കി ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വാട്ട് എവർ തിയറി ഞാൻ പഠിപ്പിക്കുന്നതൊക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ ഫങ്ഷൻ തന്നെ നോക്കാം. ഓക്കെ.